നിന്നെ എനിക്കിഷ്ടമല്ല കീർത്തി. നിന്റെ കൂടെ മുന്നോട്ടിനിയും ഈ ജീവിതം കൊണ്ടുപോകാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. പിരിയാൻ നമുക്ക്, നല്ല സുഹൃത്തുക്കളായി തന്നെ. തികഞ്ഞ നിശബ്ദതയിൽ മാനവിന്റെ ശബ്ദം ആ ലിവിംഗ് റൂമിൽ ഉയരുമ്പോൾ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവനെ ഞെട്ടലോടെ നോക്കി അവന്റെ അച്ഛനും അമ്മയും. മോളെ. മാനവിന്റെ വാക്കുകൾക്ക് മുൻപിൽ നെഞ്ചുപൊള്ളി കണ്ണു നിറച്ചു നിൽക്കുന്ന കീർത്തിയുടെ അരികിലെത്തി അവളെ ചേർത്ത് പിടിച്ചു അവളുടെ അമ്മ. നീ എന്താ മനു ഈ പറയുന്നത്? നിനക്കെന്താ ഭ്രാന്താണോ? മാനവിന്റെ അച്ഛന്റെ ശബ്ദം അവന് നേരെ വല്ലാതെ ഉയർന്നെങ്കിലും യാതൊരു ഭാവഭേദവുമില്ലാതെ അച്ഛനെ നോക്കി നെഞ്ചിൽ കൈ പിണച്ചു കെട്ടി നിന്നു മാനവ്. എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല അച്ഛാ. ഞാൻ പറഞ്ഞതും കാര്യമായിട്ടാണ്. പിന്നെ എനിക്ക് ഇവളൊത്തുള്ള ജീവിതം മടുത്തെന്ന് ഞാനിന്ന് ആദ്യമായിട്ടല്ല ഇവളോട് പറയുന്നത്. കഴിഞ്ഞ 1 മാസത്തോളമായി ഞാനിത് ഇവളോട് പറയുന്നുണ്ട്. ഞാൻ എത്ര പറഞ്ഞിട്ടും കീർത്തി അത് കാര്യമായിട്ടെടുത്തില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഞാൻ അവളുടെ അച്ഛനെയും അമ്മയും വിളിച്ചു വരുത്തിയതും നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാര്യം അവതരിപ്പിച്ചതും. മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ കീർത്തി എൻ്റെ ഒപ്പം വേണ്ട അച്ഛാ. എനിക്ക് അവളെ ഇപ്പോഴെൻ്റെ ഭാര്യയായി കാണാനോ കരുതാനോ കൂടെ നിർത്താനോ ഒന്നും വയ്യ. എന്നെ മനസ്സിലാക്കണം. ഇവളെ തിരികെ നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, പ്ലീസ്. ആദ്യം സ്വന്തം അച്ഛനോടും അവസാനം കീർത്തിയുടെ അച്ഛനോടുമായി മാനവ് പറഞ്ഞു നിർത്തുമ്പോൾ ആ അച്ഛൻ അമ്പരപ്പും പകപ്പും നിറഞ്ഞൊരു നോട്ടം അവനെ നോക്കി. വിവാഹം കഴിഞ്ഞിട്ട് ഇന്നുവരെ കീർത്തിയെ തനിച്ച് തങ്ങൾക്കൊപ്പം അയച്ചിട്ടില്ല അവൻ. തങ്ങൾക്ക് അവൾ ഒരാളേ ഉള്ളൂ മകളായിട്ട്. ഇടയ്ക്കെല്ലാം ഞങ്ങൾക്കൊപ്പവും അവൾ നിൽക്കട്ടെ മോനെയെന്ന് പറഞ്ഞാൽ എനിക്കും അവൾ ഒരാളേ ഉള്ളൂ സ്വന്തമായിട്ടെന്നും പറഞ്ഞ് അവളെ തനിച്ചു വിടാതെ അവൾക്കൊപ്പം തങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നിരുന്നവനാണ് അവളെ തങ്ങൾ പോകുമ്പോൾ തിരികെ വിളിച്ചുകൊണ്ടു പോകാൻ പറയുന്നത്. തിരികെ ഇന്ന് തന്നെ വിളിച്ചുകൊണ്ടു പോകാൻ പറയാൻ മാത്രം നീ എൻ്റെ കുഞ്ഞിനെ അത്രയും വെറുത്തോ മനു? അതിനു മാത്രം എന്ത് തെറ്റാ എൻ്റെ കുഞ്ഞ് നിന്നോട് ചെയ്തത്? നോവോടെ മാനവിന്റെ ചോദ്യത്തിന് കീർത്തിയെ തന്റെ നെഞ്ചിലേക്ക് ആ അച്ഛൻ ചേർത്ത് പിടിക്കുമ്പോഴും ഇമ ചിമ്മാതെ മാനവിനെ തന്നെ നോക്കി കീർത്തി. വഴിതെറ്റിപ്പോലും പക്ഷേ മാനവിന്റെ ഒരു നോട്ടം കീർത്തിക്ക് നേരെ ചെന്നതേയില്ല. മോളുടെ അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേടാ നീ? എന്താണ് അവളെ ഇത്രമാത്രം വെറുത്തു എന്ന്? ഇന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ മാത്രം അവൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്ത്? ഒരു നേരം പോലും കാണാതിരിക്കാൻ മാത്രം ഇഷ്ടവും പ്രണയവും നിറഞ്ഞു നിന്ന അവരുടെ ജീവിതത്തിൽ ഇത്ര പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നൊരു ഉത്കണ്ഠയുണ്ട് മാനവിന്റെ അച്ഛന്റെ ആ ചോദ്യത്തിൽ. എനിക്ക് പറയാനും ബോധിപ്പിക്കാനുള്ളത് ഞാനങ്ങ് വക്കീലിന്റെ അടുത്തോ കോടതിയിലോ അറിയിച്ചോളാച്ചാ. എനിക്കിപ്പോഴതൊന്നും വിശദീകരിച്ചിവിടെ നിൽക്കാൻ സമയമില്ല. ഓഫീസിൽ പോകണം. അർജന്റ് വർക്കുണ്ട് ഓഫീസിൽ. പരുഷമായ ശബ്ദത്തോടെ മാനവ് പറയുമ്പോൾ തന്നെയാണ് ടേബിളിലിരിക്കുന്ന അവന്റെ ഫോൺ ബെല്ലടിച്ചത്. ഫോണിൽ തെളിഞ്ഞു കണ്ട ഗീതു എന്ന നമ്പറിലുടക്കി അവിടെ നിന്നവരുടെ എല്ലാം കണ്ണുകൾ. അത് കണ്ടതും ഒരു വെപ്രാളത്തോടെ ടേബിളിൽ നിന്ന് ഫോണെടുത്ത് പുറത്തേക്ക് വേഗത്തിൽ നടന്നിരുന്നു മാനവ്. ഞാൻ വരില്ല അച്ഛാ. മനുവേട്ടൻ എന്തു പറഞ്ഞാലും ഞാൻ ഈ വീട് ഉപേക്ഷിച്ചു വരില്ല. അച്ഛനും അമ്മയും മാറി മാറി കൂടെ കൊണ്ടുപോകാൻ വിളിച്ചിട്ടും പോവാൻ ഒരുക്കമല്ലാതെ കരഞ്ഞു കണ്ണീർ വാർത്തു കീർത്തി. മകളുടെ കണ്ണീരിനും മരുമകന്റെ സംസാരവുമോർത്ത് നിസ്സഹായതയോടെ തളർന്നു നിന്നവിടെ കീർത്തിയുടെ മാതാപിതാക്കൾ. നിന്റെ ഗന്ധവും നിന്റെ ശ്വാസവും ഏൽക്കാതെ എനിക്കൊരു രാത്രി പോലും ഉറങ്ങാൻ പറ്റില്ല പെണ്ണെ. കരഞ്ഞു തളർന്നുറങ്ങിപ്പോയ കീർത്തി കാതോരം മാനവിന്റെ ശബ്ദം കേട്ടിട്ടെന്ന പോലെ ഞെട്ടി ഉണർന്നതും കണ്ടു അവളെ നോക്കി പൊട്ടിക്കരയുന്ന മാനവിന്റെ അമ്മയെ. മോളെ, മനൂട്ടന്റെ കാറ് അപകടത്തിൽപ്പെട്ടെന്ന് മുള ചീന്തും പോലെ പൊട്ടിക്കരഞ്ഞമ്മ പറഞ്ഞതും കേട്ട വാർത്തയുടെ ഞെട്ടലിൽ ബോധം മറഞ്ഞ് നിലത്തേക്ക് വീണു കീർത്തി. ശരീരമാകെ ഘടിപ്പിച്ച അനേകം വയറുകൾക്കിടയിൽ കിടക്കുമ്പോഴും മാനവിന്റെ കണ്ണുകൾ ചെന്നെത്തി നിന്നത് ICU ഡോറിനടുത്തേക്കാണ്. നീ നോക്കുന്നത് കീർത്തിമോളെയാണെങ്കിൽ അവൾ നിന്നെ തേടി വരില്ല മനു. ഒരു തെറ്റും ചെയ്യാത്ത അവളെ നീ വീട്ടിൽ നിന്നും നിന്റെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിടാൻ ശ്രമിച്ചത് മറ്റൊരു പെണ്ണിനെ നിന്റെ കൂടെ കൂട്ടാനാണെന്ന് മനസ്സിലായ നിമിഷം അവളെ അവളുടെ വീട്ടുകാർ ഇവിടെ നിന്ന് തിരികെ പിടിച്ചുകൊണ്ടുപോയി. മാനവിന്റെ നോട്ടം കണ്ടതും അവന്റെ അച്ഛൻ കാര്യങ്ങൾ വ്യക്തമാക്കിയവന്. കീർത്തിമോളെക്കാൾ എന്ത് ഗുണവും മേന്മയാണ് മനു നിനക്കൊപ്പം കാറിലുണ്ടായിരുന്നവൾക്കുള്ളത്? കീർത്തിമോൾക്ക് പകരം നിന്റെ ജീവിതത്തിലേക്ക് അവളെ കൂട്ടാൻ മാത്രം എന്തു കുറവാണ് കീർത്തിക്ക്? അച്ഛൻ ചോദിച്ചതും പകപ്പോടെ അച്ഛനെ നോക്കി മാനവ്. അച്ഛനിതെന്താണ് പറയുന്നത്? കീർത്തിക്ക് പകരം മറ്റൊരുവളോ? ഇത്തവണ പകപ്പ് നിറഞ്ഞത് മാനവിലാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നിന്റെ കൂടെ കാണാറുള്ള പെണ്ണ് ഗീതു, അവളെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നീ വീട്ടിൽ നിന്നിറങ്ങിപ്പോയത് ആ പെണ്ണിന്റെ ഫോൺ വന്നിട്ടാണ്. നിന്റെ കാർ അപകടത്തിൽ പെടുന്നതിന് തൊട്ടുമുമ്പും ആ പെണ്ണ് നിന്റെ കാറിലുണ്ടായിരുന്നു. ഇതെല്ലാം അന്വേഷിച്ചറിഞ്ഞതിനു ശേഷമാണ് കീർത്തിയുടെ വീട്ടുകാർ ബലം പിടിച്ച് വാശിയോടെ ഇന്ന് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. നിനക്ക് അപകടമുണ്ടായ ഇന്നലെ മുതൽ
നിനക്ക് ബോധം തെളിഞ്ഞ ഈ സമയത്തിന് തൊട്ടു മുമ്പ് വരെ ഈ ICU വാതിലിന് പുറത്ത് നിനക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചിരിപ്പായിരുന്നു മോള്. ആര് വിളിച്ചിട്ടും പോകാതെ. നിനക്ക് ബോധം തെളിഞ്ഞെന്ന് ഡോക്ടർ പറഞ്ഞ നിമിഷം നിർബന്ധിച്ചും വലിച്ചുകൊണ്ടാ അതിനെ ഇവിടുന്ന് അതിൻ്റെ ആങ്ങളമാരും വീട്ടുകാരും കൊണ്ടുപോയത്. അച്ഛൻ്റെ വാക്കുകൾ വേദനകൾക്കു മേൽ വേദനയായി മാനവിൻ്റെ ശരീരത്തെയും മനസ്സിനെയും വരിഞ്ഞു മുറുക്കി. അവനൊരു മയക്കത്തിലേക്ക് ആണ്ടുപോയി. കാലിലൊരു കൈയുടെ മൃദുവായ സ്പർശനം അറിഞ്ഞ് മാനവ് കണ്ണുകൾ തുറന്നതും കണ്ടു തന്നെ നോക്കി നിറമിഴികളോടെ ഇരിക്കുന്ന കീർത്തിയെ. പ്രിയപ്പെട്ട ആ കാഴ്ചയിൽ ഒരുമാത്രം നിശ്ചലമായി മാനവിനു മുൻപിൽ ലോകം തന്നെ. കൺമുന്നിലിരിക്കുന്നവളെ തന്നിലേക്ക് ആഞ്ഞു ചേർത്ത് പുൽകാനും ആ മുഖമാകെ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് ഉമ്മ വയ്ക്കാനും കൊതി കൂടി മാനവിനുള്ളിൽ. കണ്ണുകൾ നിറഞ്ഞതിനൊപ്പം ചുണ്ടിലൊരു പുഞ്ചിരി കൂടി തെളിഞ്ഞു അവൻ്റെ. അച്ഛൻ പറഞ്ഞല്ലോ നിന്റെ ആങ്ങളമാർ വലിച്ചോണ്ടു പോയെന്ന്. പിന്നെങ്ങനെ? ചിരി മായാതെ ചോദിക്കുന്നവനെ തറപ്പിച്ചു നോക്കി കീർത്തി. അവളുടെ നോട്ടത്തെ നേരിടാനാവാതെ മിഴികൾ വെട്ടിച്ചവൻ. നമുക്ക് കുട്ടികളുണ്ടാവാത്തതുകൊണ്ട്. നീ അറിയാതെ ഞാൻ പോയി കണ്ട ഡോക്ടറാണ് ഗീതു. എൻ്റെ ഒപ്പം പഠിച്ചവൾ, എൻ്റെ സുഹൃത്ത്. അവനിൽ നിന്ന് അവൾ നോട്ടം മാറ്റാതെ വന്നതും കുമ്പസാരം പോലെ ഏറ്റു പറഞ്ഞു മാനവ്. അവളുടെ പരിശോധനയിൽ നിങ്ങൾക്കാണ് കുഴപ്പമെന്നറിഞ്ഞ നിങ്ങളെന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി രക്ഷിക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി എൻ്റെ വീട്ടുകാരെ വരെ വിളിച്ചു വരുത്തിയല്ലേ? മാനവ് പറഞ്ഞു തുടങ്ങിയത് കീർത്തി പൂർത്തിയാക്കിയതും നിറകണ്ണുകളോടെ അവളെ നോക്കിക്കിടന്നു മാനവ്. എനിക്കൊപ്പം എൻ്റെ നെഞ്ചിൽ ചാരി നീയുള്ള കാലം വരെ മതി എനിക്ക് ഈ ഭൂമിയിൽ ആയുസെന്ന് പറഞ്ഞിരുന്ന മനുവേട്ടന് ഞാനില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ? എന്നെ ഒഴിവാക്കി വിടാൻ അങ്ങനെ തോന്നി മനുവേട്ടന്? കീർത്തിയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ നിശബ്ദം കണ്ണുനീർ വാർത്തു മാനവ് കിടന്നതും അവന് നോവാതെ അവൻ്റെ അരികിലായി ചാഞ്ഞിരുന്നു കീർത്തി. ഈ ജന്മത്തിൽ മരണം വരെ നിങ്ങൾ എൻ്റെ കൂടെ വേണമെന്നല്ലാതെ വേറൊന്നും ആഗ്രഹിച്ചിട്ടില്ല മനുവേട്ട ഞാൻ. ഇന്നീ നിമിഷവും ആ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. കണ്ണീരോടെ പറയുന്നവളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നീയില്ലാതെ ജീവിക്കാൻ വയ്യാഞ്ഞിട്ടാണ് പെണ്ണെ ജീവൻ എടുക്കാൻ ഞാൻ നോക്കിയതെന്ന സത്യം ഞെരിഞ്ഞമർന്നു മനുവിൻ്റെ തൊണ്ടയിൽ. അതെന്നും ഇനി തൻ്റെ മാത്രം രഹസ്യമായി തന്നിലിരിക്കട്ടെ എന്ന് ചിന്തിച്ച് തന്നിലേക്ക് കീർത്തിയെ ചേർത്തണച്ച് കണ്ണടച്ചു. മാനവർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.